അലക്സ്, എന്താണ് പുതിയ അലേർട്ടുകൾ? അലേർട്ട് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ? സംസ്ഥാനത്ത് അതിശക്തമായ മഴയും കാറ്റും തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് 14 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ 9 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഈ ജില്ലകളിലുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും അതിശക്തമായ കാറ്റും പലയിടങ്ങളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലും വടക്കൻ കേരളത്തിലും ഈ കാറ്റ് ശക്തിപ്പെടാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ കേരളത്തിലായിരുന്നു കാറ്റ് കൂടുതൽ. ഇപ്പോൾ അത് വടക്കൻ കേരളത്തിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രത്യേക ജാഗ്രത തുടരേണ്ടതുണ്ട്. കാരണം ഈ മരങ്ങൾ കടപുഴകി വീണുള്ള അപകടങ്ങൾ പലയിടങ്ങളിലും കാര്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണ്ണൂരിൽ ഒരാളുടെ ജീവൻ തന്നെ ഇക്കാരണത്താൽ നഷ്ടപ്പെടുന്ന സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഈ 9 ജില്ലകളിലുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാകട്ടെ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ ജാഗ്രത തുടരണം. മാത്രമല്ല നാളെ മുതൽ സംസ്ഥാനത്ത് അടുത്തൊരു 4 ദിവസം മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തമായി തുടരാനും സാധ്യതയുണ്ട്. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത ഈ ഘട്ടത്തിൽ തുടരണം. തീരമേഖലയിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാക്കാനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇതാണെങ്കിൽ ജാഗ്രത തുടരേണ്ടതുണ്ട്. സുഹൈൽ, എന്തായാലും എല്ലാ ജില്ലകളിലും ഇന്ന് അലേർട്ടുണ്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. സർക്കാർ സംവിധാനങ്ങൾ നിഷ്കർഷിക്കുന്ന എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾ അതേപടി സ്വീകരിക്കുക, അനുസരിക്കുക എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.